ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. വില്യം ഷേക്സ്പിയറിന്റെ ജൂലിയസ് സീസറിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ജൂലിയസ് സീസർ, ബ്രൂട്ടസ്, മാർക്ക് ആന്റണി എന്നിവരാണ്. ജൂലിയസ് സീസർ ആൾക്കാരുടെ ഇടയിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തു വരുന്ന ഒരു റൂളറാണ്. അപ്പോൾ ആളിന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ബ്രൂട്ടസ്. കൂടാതെ റോമൻ സെനേറ്റേഴ്സിലെ മെമ്പേഴ്സ് ആണ് ബ്രൂട്ടസ്, മാർക്ക് ആന്റണി എന്നിവരൊക്കെ. അപ്പോൾ ജൂലിയസ് സീസറിന് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ വളരെയധികം പോപ്പുലാരിറ്റി ലഭിക്കുന്നത് കണ്ടപ്പോൾ മറ്റ് സെനേറ്റേഴ്സിനൊക്കെ ഇയാൾ ഒരിക്കലും ഒരു സ്വേച്ഛാധിപതിയായി മാറും, എല്ലാ കാര്യങ്ങളും സ്വന്തമായി തീരുമാനിക്കുന്ന ഒരു ഭരണാധികാരിയായി മാറും, ഒരു ഡിക്റ്റേറ്റർ ആയി മാറും എന്നൊരു ഭയം തോന്നി. അങ്ങനെ അവര് ഒരു ഗൂഢാലോചന നടത്തി അതിൽ ബ്രൂട്ടസിനെയും ഉൾപ്പെടുത്തി ബ്രൂട്ടസും മറ്റ് സെനേറ്റേഴ്സും കൂടി ചേർന്ന് ചതിച്ച് ജൂലിയസ് സീസറിനെ കൊല ചെയ്യും. അപ്പൊ ഈ അവസരത്തിൽ മാർക്ക് ആന്റണി ഇവരോടൊപ്പം ചേരുന്നില്ല, ഗൂഢാലോചനയിലൊന്നും പങ്കുചേരുകയൊന്നും ചെയ്യുന്നില്ല. അയാള് ജൂലിയസ് സീസറിനോട് എങ്ങനെയാണോ ആദ്യം മുതൽ നിന്നത് അതേ ലോയൽറ്റിയോടെ, അതേ ആത്മാർത്ഥതയോടു കൂടിയാണ് അയാൾ നിൽക്കുന്നത്. അപ്പോൾ ഫ്യൂണറൽ സ്പീച്ച് എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്, ശവസംസ്കാരത്തിന് നടത്തുന്ന ഒരു ചടങ്ങ്. അപ്പോൾ ആ സംസ്കാര ചടങ്ങില് സംസാരിക്കാനായിട്ട് ആന്റണിക്ക് അവസരം കിട്ടുന്നു. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് മാർക്ക് ആന്റണിക്ക് ഒരിക്കലും ബാക്കിയുള്ള കോൺസ്പിറേറ്റേഴ്സിനെ എതിർത്ത് സംസാരിക്കാൻ കഴിയില്ല. ആ ഗൂഢാലോചനക്കാർക്കെതിരെയോ ബ്രൂട്ടസിനെതിരെയോ എതിർത്ത് സംസാരിക്കുകയാണെങ്കിൽ ജൂലിയസ് സീസറിന്റെ അതേ അവസ്ഥയായിരിക്കും മാർക്ക് ആന്റണിക്കും ഉണ്ടാവുക. സോ വളരെ വിദഗ്ധമായിട്ട് മാർക്ക് ആന്റണി അവരെ ഫേവർ ചെയ്ത് സംസാരിക്കുന്ന രീതിയിൽ, അതായത് ബ്രൂട്ടസിനെയും മറ്റ് സെനേറ്റേഴ്സിനെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള സംശയവും തോന്നാത്ത രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഈ കാര്യങ്ങളിലൂടെ ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചതെന്നും ജൂലിയസ് സീസറിനെ എങ്ങനെയാണ് ഇവർ വകവരുത്തിയതെന്നും ആരൊക്കെയാണ് ഇതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയതെന്നുമുള്ള കൃത്യമായ കാര്യങ്ങള് മാർക്ക് ആന്റണി തന്റെ സ്പീച്ചിലൂടെ അവിടുത്തെ ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ജൂലിയസ് സീസറിന്റെ ഫ്യൂണറൽ ചടങ്ങിൽ മാർക്ക് ആന്റണി നടത്തുന്ന പ്രസംഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ജൂലിയസ് സീസറിനെ വധിച്ചതിന് ശേഷം കുറച്ചു കഴിഞ്ഞപ്പോൾ ബ്രൂട്ടസും മറ്റു കോൺസ്പിറേറ്റേഴ്സും എല്ലാവരും ഉൾക്കൊള്ളുന്ന, സാധാരണക്കാരായ റോമൻ ജനതയും എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു യോഗമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആദ്യമേ ആന്റണി പറയുന്നത്, ഞാൻ ജൂലിയസ് സീസറിനെ പുകഴ്ത്താനല്ല വന്നിട്ടുള്ളത്, നോട്ട് ടു പ്രൈസ് ഹിം, ഓൺലി ടു ബറി സീസർ. സീസറിനെ ബറി ചെയ്യാൻ വേണ്ടിയിട്ട്, അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രസംഗം അത്ര മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. എന്നിരുന്നാലും ശരിക്കും ആളുടെ റിയൽ പർപ്പസ്, ആ സ്പീച്ചിലൂടെ ആൾ ഉദ്ദേശിക്കുന്നത് സീസറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും അതുപോലെ കോൺസ്പിറേറ്റേഴ്സിനെതിരെ, ആ ഗൂഢാലോചനക്കാർക്കെതിരെ റോമൻ ജനതയെ തിരിക്കുകയുമായിരുന്നു. അതിൽ മാർക്ക് ആന്റണി വിജയിക്കുകയും ചെയ്തു. അതെങ്ങനെയാണെന്ന് നമുക്ക് ബാക്കി ഭാഗങ്ങളിലൂടെ നോക്കാം. ആന്റണി റിട്ടോറിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ അവർക്കെതിരെ തിരിക്കുന്നത്. റിട്ടോറിക് എന്ന് പറഞ്ഞാല് വളരെ നന്നായിട്ട്, വളരെ സമൃദ്ധമായിട്ട് ഒരു കാര്യം പറഞ്ഞ് മറ്റവരെ എന്ത് ചെയ്യും, അതിലേക്ക് കൊണ്ടുവരും. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് മാർക്ക് ആന്റണി പറയുന്നത് ബ്രൂട്ടസ് സീസറിനെ അംബീഷ്യസ് എന്ന് വിളിക്കുന്നുണ്ട്. അംബീഷ്യസ് എന്ന് സീസറിനെ എപ്പോഴും ബ്രൂട്ടസ് അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യം മാർക്ക് ആന്റണി പറയുന്നുണ്ട്. എന്നിട്ട് പക്ഷെ ശരിക്കും അതല്ല സംഭവിക്കുന്നത്. പകരം സീസർ എന്ന് പറയുന്ന വ്യക്തി അവിടുന്ന് തടവിലാക്കപ്പെട്ട റോമൻസിനെ തിരിച്ച് റോമിലേക്ക് കൊണ്ടുവരികയും സാധാരണക്കാരായ ആളുകളോട് കമ്പാഷനോടെ, അനുകമ്പയോടെ പെരുമാറുകയും 3 തവണ കിരീടം ഓഫർ ചെയ്തിട്ടും കൊടുക്കാമെന്ന് ജനങ്ങൾ പറഞ്ഞിട്ട് പോലും അതിനെ നിരാകരിക്കുകയും ചെയ്ത വ്യക്തിയാണ്, അതിനെ റെഫ്യൂസ് ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ ഒരാള് അംബീഷ്യസ് ആണെന്ന് ബ്രൂട്ടസ് പറയുന്നു എന്ന് എടുത്തു പറഞ്ഞു. അംബീഷ്യസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അധികാരമോഹം എന്നുള്ള രീതിയിൽ ബ്രൂട്ടസ് എന്ത് ചെയ്തു, സീസറിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചിരുന്നു. അപ്പൊ അതിനെതിരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സീസർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 കാര്യങ്ങളാണ് മാർക്ക് ആന്റണി പറയുന്നത്. ആ സമയത്ത് ആളുകൾ തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് മാർക്ക് ആന്റണി ഇങ്ങനെ പറയുന്നു, മാർക്ക് ആന്റണി പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ശരിയാണല്ലോ, അപ്പോൾ ശരിക്കും സീസർ അംബീഷ്യസ് അല്ല എന്നുള്ളൊരു കാര്യത്തിലേക്ക് അവിടുത്തെ ജനത എത്തിച്ചേർന്നു. അടുത്തതായിട്ട് മാർക്ക് ആന്റണി ഉപയോഗിച്ചൊരു സെന്റൻസ്, ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. ബ്രൂട്ടസ് വളരെ മാന്യനായ ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ വളരെ ഐറോണിക് ആയിട്ട് പലതരത്തിലും എന്ത് ചെയ്തു, മാർക്ക് ആന്റണിയുടെ സംസാരത്തിൽ മാർക്ക് ആന്റണി ഉപയോഗിച്ചു. ഐറോണിക് എന്ന് വെച്ചാൽ വിരോധാഭാസമാണ്. എടുത്തെടുത്ത് പറയുമ്പോൾ ആർക്കായാലും സംശയം തോന്നും, ബ്രൂട്ടസ് അങ്ങനെ ഒരു ഓണറബിൾ മാൻ ആണോ, ശരിക്കും ഒരു മാന്യനായ വ്യക്തിയാണോ എന്ന്
ബ്രൂട്ടസിനെ വിശ്വസിക്കുന്നവർക്ക് പോലും സംശയം തോന്നും. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു മാർക്ക് ആന്റണിയുടെ അടുത്ത സ്ട്രാറ്റജി. മാർക്ക് ആന്റണി ബ്രൂട്ടസിനെ റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് ബ്രൂട്ടസിന് തോന്നിപ്പിക്കുകയും പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ഈ സെന്റൻസ് പറയുന്നതിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് ബ്രൂട്ടസിന്റെ സത്യസന്ധതയെയും അയാളുടെ ആ മോട്ടീവിനെ കുറിച്ചുള്ള ചിന്തകളിലേക്ക് ജനങ്ങൾക്ക് ഒരു ഡൗട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാർക്ക് ആന്റണിക്ക് കഴിഞ്ഞു, സംശയം ജനിപ്പിക്കുന്നതിനായിട്ട് കഴിഞ്ഞു. അപ്പൊ ഈ ഐറോണിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിലൂടെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാതെ തന്നെ കോൺസ്പിറേറ്റേഴ്സിനെതിരെ തിരിക്കാനായിട്ട്, ജനങ്ങളെ കോൺസ്പിറേറ്റേഴ്സിനെതിരെ തിരിക്കാനായിട്ട് മാർക്ക് ആന്റണിയുടെ വാക്കുകൾക്ക് കഴിഞ്ഞു. ഈ സ്പീച്ചിലൂടെ ആന്റണിയുടെ ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്റലിജന്റ് ആണ്, ഇമോഷണലി ലോയൽ ആണ് ആൻഡ് പൊളിറ്റിക്കലി സ്ട്രൂഡ് ആണ്. വളരെ രാഷ്ട്രീയപരമായ കൗശലത ഉള്ള ആളും ബുദ്ധിമാനും ഇമോഷണലി ലോയലുമാണ്. അതായത് വൈകാരികമായി സീസറിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു സുഹൃത്തു കൂടിയാണ്. അത് മനസ്സിലാക്കാൻ കഴിയുന്നത് ആളുടെ വ്യക്തിപരമായ ദുഃഖം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഹിസ് ഹാർട്ട് ലൈസ് ഇൻ സീസേഴ്സ് കോഫിൻ. സീസറിന്റെ ആ ഒരു ശവപ്പെട്ടിക്കുള്ളിലാണ് എൻ്റെ ഹൃദയം കിടക്കുന്നത്. കാരണം അത്രത്തോളം ഞാൻ ദുഃഖം അനുഭവിക്കുന്നു എന്നുള്ള കാര്യമാണ് അവിടെ മാർക്ക് ആന്റണി പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇത് കൂടി ആകുമ്പോൾ ജനങ്ങൾക്ക് സഹതാപം വർദ്ധിക്കും, അവരുടെ സിമ്പതി കൂടും. കാരണം ഇമോഷണലി മാർക്ക് ആന്റണി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതും എന്താണ്, മാർക്ക് ആന്റണിയുടെ ഒരു ബുദ്ധിയായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആന്റണിയുടെ സ്പീച്ചിലൂടെ ആന്റണി അവിടുത്തെ ജനതയുടെ മൂഡ് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തു. അവർ ദുഃഖത്തിന് പകരം ദേഷ്യവും വിദ്വേഷവും ഒക്കെ കലർന്ന ആ ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് മാറി. ഒരു റെബല്യൻ തന്നെ, ഒരു കലാപത്തിന് തന്നെ അവർ തുടക്കം കുറിച്ചു. 3 കാര്യങ്ങളിലൂടെയാണ് ആന്റണി തന്റെ ഉദ്ദേശം സാധിച്ചെടുത്തത്. അതിലൊന്ന് ഐറണി, രണ്ടാമത്തത് റെപ്പറ്റീഷൻ ആൻഡ് മൂന്നാമത്തത് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്. ഈ 3 കാര്യങ്ങളുമാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞു വെക്കുന്നത്.